ഹലോ, കാർഡ്ബോർഡോ ക്യാൻവാസോ ഇല്ലെന്ന് പറഞ്ഞാൽ ആരും പടം വരയ്ക്കാതെ ഒന്നിരിക്കേണ്ട. ഞാനിവിടെ ഒരു ബ്രൗൺ പേപ്പർ മാത്രമാണ് യൂസ് ചെയ്ത് ഇവിടെ പടം വരയ്ക്കാൻ പോകുന്നത്. ബ്രൗൺ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ, ഇപ്പം ബേക്കറിയിൽ നിന്നായാലും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വാങ്ങിക്കുമ്പോഴത്തേക്കും കിട്ടത്തില്ല ഒരു ബ്രൗൺ പേപ്പർ, ആ സംഭവം അതിനകത്താണ് ഞാനിവിടെ പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ ഫുള്ള് ഒരു പോലത്തെ കുറേ സ്ക്വയേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ അതിൽ ഇഷ്ടമുള്ള കളറ് ഒന്നിടവിട്ട് ഒന്ന് വരച്ച് കൊടുക്കണം, അല്ല പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല പാടുള്ള പരിപാടിയാണ്. ഞാൻ വരച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ആണ് ആലോചിച്ചത് ഇത്രയും വലുത് വേണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഇതിനെല്ലാം ചെറുതായിരുന്നെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിരുന്നേ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈം എടുത്താണ് ഞാനിത് സെറ്റാക്കി എടുത്തത്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പാളിപ്പോയിട്ടുണ്ട്, എല്ലാം തീർന്ന്. എന്നിട്ടും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. പിന്നെയും മിസ്റ്റേക്ക് പറ്റി. ആ പെയിൻറ്റ് തുറന്നപ്പോൾ എൻ്റെ കയ്യിൽ ഫുള്ളും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കളർ കൊണ്ട് നമ്മൾ ഹാർട്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. ഇതൊരു മെറൂൺ കളറാണ്. ഈ കളറും ഞാൻ എടുത്തേക്കണ ആ പേപ്പറിൻ്റെ കളറും കൂടി നല്ലൊരു കളർ കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നിയത്. ഇത് രണ്ടും വെച്ചിട്ട് ഒരു ഡിസൈൻ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് വഴിയേ ചെയ്യാവുന്നതുകൊണ്ട് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളി ഒരു എസ്തറ്റിക് ലുക്കൊക്കെ തന്നെ ഒരു കളർ കോമ്പിനേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ലുക്ക്. നോക്ക് മക്കളെ, അടിപൊളിയല്ലേ? ആ ചെറിയൊരു പേപ്പറിൽ ഇത്രയും വലിയൊരു നല്ല പടം വരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോകണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.